ഇൻഗ്രീഡിയൻസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലേ മേക്കിംഗ് വീഡിയോ ആട്ടോ ഇത്. കുറേ നാളുകളായില്ലേ എല്ലാവരും പറയണു. പിന്നെ ഫെവിക്കോൾ എടുക്കുമ്പോൾ ഒരു കപ്പാണ് എടുക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പാത്രം എടുക്കണത് ഏറ്റവും പഴയ പാത്രമായിരിക്കണം കേട്ടോ. പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല വേറൊരു കാര്യത്തിനും. പിന്നെ വിനീഗർ എടുക്കുന്നത് 2 ടീസ്പൂണാണ്. ഞാൻ 4 എണ്ണം ഒഴിക്കുന്നത് ശ്രദ്ധിക്കേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4 വട്ടം ഒഴിക്കുന്നത് അര ടീസ്പൂണിൻ്റെ സ്പൂൺ ആയതുകൊണ്ടാണ്. 1 ടീസ്പൂണിൻ്റെ ഞാൻ എവിടെയോ കൊണ്ടു കളഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ബേബി ഓയിൽ 2 ടീസ്പൂൺ എടുക്കുക. അത് ബേബി ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും കളർലെസ് ആയിട്ടുള്ള ഓയിൽ എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബേബി ഓയിൽ കുറച്ച് സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തത് കേട്ടോ. പിന്നെ വൈറ്റ് പെയിൻറ്റ് 1 ടീസ്പൂൺ എടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വേറിട്ട് കിടക്കും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കോൺഫ്ലവർ കുറേശ്ശെ ആഡ് ചെയ്യണം. 1 കപ്പ് കോൺഫ്ലവർ ആണ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് നമ്മുടെ ഫെവിക്കോൾ എടുക്കണം. അപ്പോൾ കോൺഫ്ലവർ എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇളക്കി അത് നല്ലപോലെ യോജിപ്പിക്കണം. തീരെ കട്ട കെട്ടാതെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മിക്സ് കറക്റ്റ് ആവില്ല. ഞാനിതിൽ കാണിച്ച പോലെ അത്രയും സ്മൂത്ത് ആയിരിക്കണം നമ്മുടെ മിക്സ് ഏറ്റവും ലാസ്റ്റ്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം കേട്ടോ. എൻ്റെ സ്റ്റൗവിൽ വെച്ചിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എടുക്കാൻ. കാരണം ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് അതിന് കയ്യിൽ നമ്മുടെ കൈയുടെ പുറം ഭാഗത്ത് ഒട്ടാത്ത രീതിയിലാവണ സമയത്ത് നമുക്കത് തിരിച്ച് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറൊക്കെ തൂവിയതിന് ശേഷം അതിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു ടെക്സ്ചറിലേക്ക് എത്തില്ല. തുടക്കത്തിലൊക്കെ കുറേശ്ശെ കയ്യിലൊട്ടു കേട്ടോ. കയ്യിലൊട്ടിയാലും സീനില്ല. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലപോലെ കയ്യിലൊട്ടാത്ത രീതിയിലാവുമ്പോൾ അത് നമുക്ക് എടുക്കാം. പിന്നെ ഇത് ടിയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്നാണ് പറയുക. ഇത് ശരിക്കും ഒരു വെള്ളത്തിൻ്റെ തുള്ളി പോലെ ആവണില്ലേ, അതുകൊണ്ടാണ് ടിയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറയണത്. പിന്നെ ഇതൊന്ന് ഒരു ക്ലിങ് ഷീറ്റിൽ ഒന്ന് പൊതിഞ്ഞെടുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കണം. ക്ലിങ് ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ സിപ്പ് ലോക്ക് കവറിലായാലും മതി കേട്ടോ. അത് അതിൽ വെച്ചിട്ട് ഒരു ദിവസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാലും അത് അത്രയും സ്മൂത്തായി നമുക്ക് കിട്ടുള്ളൂ. അത് ഇനി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർ ആഡ് ചെയ്യലാണ്. കളർ ആഡ് ചെയ്യൽ നമുക്ക് അക്രിലിക് പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ സോഫ്റ്റ് ബേസിലും യൂസ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടിയും അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ആവും. അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. നല്ല സ്മൂത്തായി കിട്ടും കേട്ടോ നമ്മുടെ ക്ലേ. നമ്മളിപ്പോൾ ഫെവിക്കോളും കോൺസ്റ്റാർച്ചാണ് എനിക്ക് കുറച്ചും കൂടി സ്യൂട്ടായിട്ട് തോന്നിയിരിക്കുന്നത്. വേറെയും കാര്യങ്ങളുകൊണ്ട് ചെയ്യണവരുണ്ട്. ഞാൻ ഇതുകൊണ്ടാട്ടോ ചെയ്യാറ്. കുറച്ചും കൂടി നല്ലോണം നമുക്ക് ചെയ്യാനായിട്ടും നമ്മുടെ പ്രൊഡക്ട്സിനൊക്കെ നല്ല രസത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അക്രിലിക് പെയിൻറ്റ് കൊണ്ടുള്ളത് ചെയ്തതാണ്. ഇനി നമ്മൾ സോഫ്റ്റ് പേസ്റ്റിൽ വെച്ചിട്ടാണ് ചെയ്യണത്. സോഫ്റ്റ് പേസ്റ്റിൻ്റെ ആ പൗഡർ എടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ മറക്കരുതേ.